ഒരാഗ്രഹം മനസ്സിൽ തോന്നി അത് സാധിപ്പിച്ചെടുക്കും ഞാനത് എന്തായാലും. ഈ കാവ്യയുടെ നമ്പറുകൾ 4 പേരുകളിലാണ് 4 ഫോണുകളായി സേവ് ചെയ്തിരുന്നത്. അറിയുന്നതല്ലേ ദിലീപേട്ടനും ഞാനും മഞ്ജു ചേച്ചിയും ഞങ്ങളൊരു വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പൊ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത കൂട്ടത്തിലുള്ള ഒരാളാണ് ദിലീപേട്ടനും മഞ്ജു ചേച്ചി. എനിക്കൊന്നും ചിലപ്പോൾ ദിലീപേട്ടനെക്കാളും എനിക്ക് അതിൽ പറയുന്നത് മഞ്ജു ചേച്ചിനെ. മഞ്ജു വാര്യരെ വിവാഹം കഴിക്കും മുൻപേ നടൻ ദിലീപ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നതായി പോലീസിന് വിവരം. മാധവനാണോ ദിലീപിനും മഞ്ജുവിനും ഇടയ്ക്ക് അല്ലെങ്കിൽ വേർപിരിയാൻ കാരണമായിരുന്നു? 100% അല്ല എന്ന് ഞാൻ ദൈവത്തെ മുൻനിർത്തി തന്നെ പറയാം. കാവ്യനെ എനിക്കിഷ്ടമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോൺട്രവേഴ്സികളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഇന്നലെ വീണ്ടും നമ്മുടെ ആക്രമിക്കപ്പെട്ട നടി അതായത് അതിജീവിതയുടെ ഭാഗത്തു നിന്നും ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അത്രയധികം വളരെയധികം ഖേദകരമായിട്ടുള്ള കാഴ്ചയാണ് ഈ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇടേണ്ടി വരുന്ന ഇത്തരം പോസ്റ്റുകൾ. അതിജീവിതയെ വിടാതെ പിന്തുടർന്നുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൻ സൈബർ അറ്റാക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മാർട്ടിന്റെ വീഡിയോ അടക്കം ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ അതിജീവിതയുടെ പേരടക്കം പറഞ്ഞുകൊണ്ട് നടിയെ അതായത് അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനെതിരെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് അതിൻ്റെതായ രീതിയിൽ പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ആ വീഡിയോ ആരൊക്കെ പ്രചരിപ്പിച്ചോ അവർക്കെതിരെ നടപടികൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതേ സമയത്ത് തന്നെ ഈ അതിജീവിതയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകാനുള്ള മൂല കാരണം എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് ഈ പറയുന്ന പൾസർ സുനിയെ വിട്ട് കൊട്ടേഷൻ ചെയ്യിക്കാനുണ്ടായ കാരണം എന്ന് പറയപ്പെടുന്ന പണ്ടേ പറഞ്ഞു വരുന്ന ഒരു കാരണം എന്താണ്, മഞ്ജു വാര്യർ ദിലീപ് ആ ഒരു കാവ്യ മാധവനായിട്ടുള്ള ഇഷ്യൂവും കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതേ സമയത്ത് തന്നെ ഇന്നലെ ഞാൻ നമ്മുടെ കാവ്യ മാധവന്റെ ഒരു വീഡിയോ കാണാൻ ഇടയായി. പണ്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂവിലെ കാര്യങ്ങളായിരുന്നു. അപ്പോൾ പണ്ട് കൊടുത്ത കുറച്ച് പണ്ടത്തെ അവരുടെ ഇന്റർവ്യൂസും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും അതേസമയം തന്നെ ഇപ്പൊ സംഭവിക്കുന്ന കാര്യങ്ങളുമായിട്ടുള്ള ഒരു വിശകലനവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ബാക്കി കാരണം പണ്ടത്തെയും ഇന്നത്തെയും ഒരുപാട് കാര്യങ്ങൾ ദിലീപും കാവ്യ മാധവനും അന്ന് ഒളിച്ചു പറഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ന് പലർക്കും അത് മനസ്സിലായില്ല. എന്നാൽ ഇന്ന് എടുത്തു നോക്കുന്ന സമയത്ത് നമുക്കത് പലതും കേൾക്കുന്ന സമയത്ത് തോന്നുന്ന ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാവ്യ മാധവൻ ഒരു ഇന്റർവ്യൂവിൽ വെച്ചിട്ട് ഈ ഒരു വിഷയത്തിന് ശേഷം അതായത് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും ഡിവോഴ്സിന് ശേഷം അതിനെ പറ്റിയിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനുള്ള ഉത്തരം എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിന് വാസ്തവത എനിക്ക് കാരണം ദിലീപേട്ടൻ അതിൽ ഉൾപ്പെടുത്തുന്നത് എനിക്ക് വളരെയധികം വിഷമമുണ്ട്. കാരണം അതിനുള്ള പല കാരണങ്ങളും പലരും പറയുന്നുണ്ട്. പല സൈഡിൽ നിന്നും ഒരുപാട് കാരണങ്ങൾ തെളിവ് സഹിതമുണ്ട് എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. എനിക്ക് വിഷമേ തോന്നിയിട്ടുള്ളൂ. കാരണം ദിലീപേട്ടനെ പോലെ ഒരാൾ അങ്ങനെ അതിലേക്ക്, കാരണം അദ്ദേഹം ഞാൻ വീണ്ടും എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത കൂട്ടത്തിലുള്ള ഒരാളാണ് ദിലീപേട്ടനും മഞ്ജു ചേച്ചി. എനിക്കൊന്നും ചിലപ്പോൾ ദിലീപേട്ടനെക്കാളും എനിക്ക് അതിൽ പറയുന്നത് മഞ്ജു ചേച്ചിനായിരിക്കും. എന്റെ വിഷമങ്ങളും ഞാൻ ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നത് മഞ്ജു ചേച്ചിയോട് തന്നെയാണ്, സിനിമയിലുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ. ദിലീപിനെക്കാളും കൂടുതൽ ഇവിടെ ഇന്റർവ്യൂവർ കാവ്യ മാധവനോട് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. കാവ്യ മാധവന് ദിലീപുമായിട്ടുള്ള ബന്ധം അവരുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഈ പറയുന്ന കാവ്യ മാധവന്റെ ഉത്തരമാണ് നമ്മളിപ്പോ കേട്ടത്. അതായത് മഞ്ജു ചേച്ചി സ്വന്തം ചേച്ചിയെ പോലെ കണ്ട് അങ്ങനെ നടന്നിരുന്നു എന്നുള്ള രീതിയിലാണ് ഉത്തരം പറയുന്നത്. മഞ്ജു ചേച്ചിയോടാണ് ഞാൻ ദിലീപേട്ടനേക്കാൾ കൂടുതൽ സംസാരിച്ചിരുന്നത്, എന്റെ സങ്കടങ്ങൾ പറഞ്ഞിരുന്നതും എല്ലാ കാര്യവും പറഞ്ഞിരുന്നതും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരിക്കലും മഞ്ജു വാര്യറും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല എന്ന് വേണം മഞ്ജു വാര്യറുടെ ആ ഒരു മൊഴിയിലും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം. അതെന്താണെന്ന് വെച്ചാൽ മഞ്ജു വാര്യർ ഒരിക്കലും കാവ്യ മാധവൻ സ്വന്തം ഭർത്താവുമായിട്ട് ഇങ്ങനൊരു ബന്ധത്തിലേക്ക് പോകുമെന്ന് കരുതുന്നില്ല. കാവ്യ തന്നെ ഇവിടെ സമ്മതിക്കുകയാണ് മഞ്ജു വാര്യറുമായിട്ടാണ് ഞാൻ അത്രയും അടുപ്പത്തിലിട്ടായിരുന്ന ഒരു സമയമായിരുന്നു എന്ന്. അപ്പൊ അതേ സമയത്ത് എന്തിനാണ് കാവ്യ ഇമാതിരി പണിക്ക് പോയത്? കാരണം ഇവിടെ ഈ കാവ്യ പറഞ്ഞ എല്ലാ കള്ളത്തരങ്ങളും വെളിച്ചത്താക്കുന്ന രീതിയിലാണ്, കള്ളങ്ങൾ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടിട്ട് മൊഴി കൊടുക്കേണ്ടി വന്നപ്പോൾ ഈ പറയുന്ന മഞ്ജു വാര്യർ കൊടുത്തേക്കുന്നതിൽ വ്യക്തമായിട്ട് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് വരുന്നതിന് മുൻപ് ബാക്കി എന്താണ് ഈ ഇന്റർവ്യൂവർ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ നമുക്കതൊന്ന് കേട്ടുനോക്കാം. ദിലീപ് വീണ്ടും ഫോൺ ചെയ്തുകൊണ്ടിരുന്നു, ചാറ്റിംഗ് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ വീട്ടുകാർക്കോ ആർക്കെങ്കിലും? അവർക്കൊക്കെ അറിയുന്നതല്ലേ ദിലീപേട്ടനും ഞാനും മഞ്ജു ചേച്ചിയും ഞങ്ങളൊരു വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പൊ സലീമേട്ടൻ, ആദർശിക, അങ്ങനെ ഞങ്ങൾ വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ മാത്രമല്ല അങ്ങനെ ഒരു വേറൊരു സ്ഥലത്ത് പോയിട്ടൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പൊ ഇങ്ങനെ തെളിവൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ ചെയ്യുമോ നമ്മൾ അങ്ങനെ ചാറ്റിങ്ങും അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ, അത്രയ്ക്ക് മണ്ടത്തരൊന്നും കാണിക്കില്ല.
അതായത് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരുപാട് ചാറ്റുകളും കാര്യങ്ങളും പിടിച്ചിട്ടുണ്ട്. അതെല്ലാം തെളിവുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇവർ തമ്മിലുള്ള ചാറ്റുകളുടെയും കാര്യങ്ങളുടെയും ഒക്കെ തെളിവുകളും കാര്യങ്ങളും അടക്കം പോലീസിന് അവിടെ സമർപ്പിച്ചതിൽ ആ ഫോണിലുള്ള തെളിവുകൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എത്രത്തോളം കള്ളത്തരമാണെന്ന് കാവ്യ പറഞ്ഞിട്ടുള്ളത്, എത്രത്തോളം കള്ളത്തരമാണെന്ന് ദിലീപ് അടക്കം പറഞ്ഞിട്ടുള്ളത്. ദിലീപ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് കാവ്യ പറഞ്ഞ് നിങ്ങൾ കേൾക്കാം. ഇതൊക്കെ പൊളിച്ചടക്കുന്ന രീതിയിലാണ് മഞ്ജു വാര്യർ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇതില് ഈ കാവ്യനോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന മഞ്ജു വാര്യർ കണ്ടു എന്ന് പറയുന്ന മെസ്സേജുകൾ മാത്രമല്ല, ഇവരൊരു ദുബായ് പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ വെച്ചിട്ടുണ്ടായ ഒരു ഇൻസിഡന്റും കാര്യങ്ങളും ഭയങ്കര ചർച്ചയായിരുന്നു. അവിടെ വെച്ചിട്ട് റിമി, ടോമി, അതുപോലെ തന്നെ ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന കുറച്ച് പേരടക്കം പറഞ്ഞ മൊഴി കൊടുത്തു എന്ന് പറയുന്ന രീതിയിൽ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്ന സമയത്താണ് അന്ന് ഈ കേസും കാര്യങ്ങളും നടി ആക്രമിക്കപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പൊ ആ സമയത്ത് ഈ വിഷയത്തിനെ പറ്റിയിട്ട് ചോദിക്കുന്ന സമയത്ത് ആ സമയത്തുള്ള ഉത്തരമാണ് കാവ്യ മാധവൻ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, എനിക്ക് മഞ്ജു ചേച്ചി സ്വന്തം ചേച്ചിയെ പോലെയാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതേ സമയത്ത് കള്ളങ്ങൾ പൊളിച്ചടക്കിക്കൊണ്ടാണ് മഞ്ജു വാര്യർ അതായത് ഈ അടുത്ത കാലത്ത് നമുക്ക് ഈ പറയുന്ന വിധി പ്രസ്താവന പുറത്തു വന്ന സമയത്ത് അതിൽ വ്യക്തമായിട്ട് തന്നെ കാവ്യ മാധവന്റെ ശരിക്കുള്ള അതായത് അന്ന് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഇവർ കാണിച്ചു കൂട്ടിയതെന്ന് പൊളിച്ചടക്കിക്കൊണ്ട് തന്നെയാണ് മഞ്ജു വാര്യർ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് വ്യക്തമായിട്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇവരുടെ കാര്യം പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. കാവ്യ ദിലീപ് ബന്ധമാണ് കൃത്യത്തിന് കാരണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. കാവ്യയുടെ ഫോൺ നമ്പറുകൾ പല പേരുകളിലാണ് ദിലീപ് ഫോണിൽ സേവ് ചെയ്തിരുന്നത്. കാവ്യയുമായുള്ള ബന്ധം മഞ്ജു വാര്യരിൽ നിന്ന് മറച്ചു പിടിക്കാനായിരുന്നു ഇതെന്നും വാദിച്ചു. അതായത് മഞ്ജു വാര്യർ ഈ ആലുവയിലെ വീട്ടിൽ വെച്ച് ഈ ദിലീപിന്റെ ഫോൺ പരിശോധിക്കുമ്പോൾ അതിൽ കാവ്യയുടെ നമ്പറുകൾ എങ്ങനെയാണ് ദിലീപ് സേവ് ചെയ്തിരുന്നതെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. അത് പ്രധാനമായും പറഞ്ഞത് അന്ന് കാവ്യ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ മെസ്സേജുകളെ പറ്റിയിട്ട് ചോദിക്കണ സമയത്ത് ഇല്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, മഞ്ജു ആയിട്ടാണ് ഞാൻ കൂടുതൽ അടുപ്പം, അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിരസിച്ചു വന്ന് അന്ന് ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടാണ് പറയുന്നത്. നമുക്കിത് ഇന്ന് കാണുന്ന സമയത്ത് എത്രത്തോളം കള്ളത്തരമാണ് ഇങ്ങനെ മുന്നിലിരുന്നിട്ട് ഇന്റർവ്യൂയുടെ മുൻപിലിരുന്നിട്ട് അവർ പറയുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ പൊളിക്കുന്ന രീതിയിലാണ് ഇപ്പം ന്യൂസ് വരുന്ന സമയത്ത് എന്താണ് പറയുന്നത്, എന്താണ് കൃത്യമായിട്ട് പറയുന്നത്. മഞ്ജു വാര്യർ അന്ന് കണ്ടു ഇവരുടെ കാവ്യയുടെ നമ്പർ പല ഫോണുകളിലായിട്ട് പല നമ്പറുകളും പല പേരുകളിൽ മഞ്ജു വാര്യർക്ക് തിരിച്ചറിയാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വിശ്വസ്തരായ മറ്റ് ആൾക്കാരുടെ പേര് വെച്ചിട്ട് സേവ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ബാക്കി കൂടി കേൾക്കാം. കാവ്യയുടെ നമ്പറുകൾ എങ്ങനെയാണ് ദിലീപ് സേവ് ചെയ്തിരുന്നതെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. അത് പ്രധാനമായും പറഞ്ഞത് ഈ കാവ്യയുടെ നമ്പറുകൾ 4 പേരുകളിലാണ് 4 ഫോണുകളായി സേവ് ചെയ്തിരുന്നത്. അതിലൊന്ന് രാമൻ എന്ന പേരിലായിരുന്നു, മറ്റൊന്ന് RUK അണ്ണൻ എന്ന പേരിലായിരുന്നു, മൂന്നാമത് മീൻ എന്ന പേരിലായിരുന്നു, നാലാമത്തത് വ്യാസൻ എന്ന പേരിൽ. വ്യാസൻ ദിലീപിന്റെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റും സെക്രട്ടറിയും നിർമ്മാതാവും ഒപ്പം തന്നെ ഒരു സംവിധായകനും ഒക്കെ തന്നെയാണ്, സുഹൃത്താണ്. ആ വ്യാസനാണ് വിളിക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് വ്യാസന്റെ പേര് സേവ് ചെയ്തതെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. മാത്രമല്ല ഈ ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണി പലതവണ ചോദ്യം ചെയ്യുന്നതാണ്. അപ്പുണ്ണിയുടെ ഫോണിലും കാവ്യയുടെ നമ്പർ സേവ് 2 പേരുകളിലായിരുന്നു, 2 നമ്പറുകൾ സേവ് ചെയ്തിരുന്നു. ഒന്ന് ദിൽക, ഹിന്ദിയിലെ പറയുന്നത് ഹൃദയം എന്നുള്ളതിന്റെ ദിൽക എന്നും, ഒപ്പം തന്നെ രണ്ടാമത് കാദിൽ എന്നുള്ള പേരിലാണ് ഇത്തരത്തിൽ നമ്പറുകൾ സേവ് ചെയ്തതെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഈ താനും കാവ്യയുമായുള്ള ബന്ധം പുറത്തറിയാതിരിക്കാനാണ് ഇത്തരം ദിലീപ് ചെയ്തതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആരോപിക്കുന്നുണ്ട്. അതായത് വ്യക്തമായിട്ട് മഞ്ജുവിനെ അറിയിക്കാതെ അവിടെ ഒരു അവിഹിതം നടത്തുകയായിരുന്നു ഇവർ രണ്ടുപേരും കൂടിയിട്ട്. അത് സത്യം പറഞ്ഞാല് അന്നത്തെ ആൾക്കാർ ആരും സത്യം പറഞ്ഞാല് ഇത് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന കാവ്യയും ദിലീപും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ ശേഷം എന്റെ പേരിൽ ബലിയാടാക്കപ്പെട്ടൊരു കുട്ടി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് കാവ്യനെ ഈ പറയുന്ന ദിലീപ് കല്യാണം കഴിച്ച ശേഷം കൊടുക്കുന്ന പ്രസ് മീറ്റ് അല്ലെങ്കിൽ ബൈറ്റ് കൊടുക്കുമ്പോൾ പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് അത് വിശ്വസിച്ച് നിന്ന ആൾക്കാരുണ്ട്. അതായത് ഇവർ തമ്മിൽ ഒന്നുമില്ല എന്നുള്ള കാര്യം വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയതാണെന്നുള്ളത്. പക്ഷെ എല്ലാം പൊളിക്കുന്ന രീതിയിലാണ് ഇപ്പം ഈ ന്യൂസും കാര്യങ്ങൾ വരുന്ന സമയത്ത് ഏതൊക്കെ പേരുകളിലാണ് ഈ പറയുന്ന കാവ്യ മാധവന്റെ നമ്പറുകള് ഈ ദിലീപ് സേവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അടക്കം പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ആലോചിച്ചുക എത്രയധികം വളരെ മോശം രീതിയിലാണ് സ്വന്തം ഭാര്യയെ കബളിപ്പിച്ചിട്ടാണ് ഇവർ തമ്മിലുള്ള ബന്ധം അത് തുടർന്ന് കൊണ്ടുപോയത്. അത് മാത്രമല്ല ആ ബന്ധം തുടർന്ന് കൊണ്ടുപോയത് മാത്രമല്ല ഈ ഇങ്ങനെയുള്ള ഇന്റർവ്യൂസിൽ ചോദിക്കുന്ന സമയത്ത് എത്ര നന്നായിട്ടാണല്ലേ ഒരാളെ ഇങ്ങനെ അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ എത്ര നന്നായിട്ടാണ് ഇവരെ ഒരാളെ ചതിച്ചത് അല്ലേ, അത് കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞാലും. ഇനി ദിലീപിനോട് ഈ മഞ്ജു വാര്യർ എന്തുകൊണ്ടാണ് ഈ ഫിലിം ഫീൽഡിലേക്ക് വരാനും കാര്യങ്ങളിലേക്കും ഡാൻസർ ആണെന്നല്ല, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് അനുവദിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്തും ഈ അതുപോലെ പൊസസീവ്നെസ് ഉണ്ടാവില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിനെ പറ്റിയിട്ടൊക്കെ ദിലീപിന്റെ ആൻസർ നമുക്കൊന്ന് കേൾക്കാം. മഞ്ജു ഒരു പാവ അതിനോട് അസുഖപ്പെട്ടിട്ടുണ്ട്. മഞ്ജു വളരെ ലിബറലാണ്. കാരണം
ഈ സൂപ്പർ മാർക്കറ്റിലും എവിടെയും മഞ്ജുവിനെ കാണാം. നിങ്ങൾ എറണാകുളത്തെ ഷോപ്പുകൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യം പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതൊക്കെ ഇവരുടെ പേഴ്സണൽ ഡിസിഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കുടുംബം കാര്യങ്ങള്, കാരണം 150 ജോലി. അപ്പൊ മഞ്ജു വളരെ എൻഗേജ് ആണ്. അപ്പൊ എന്റെ കാര്യങ്ങളുണ്ട്, കുഞ്ഞിന്റെ കാര്യങ്ങളുണ്ട്, കമ്പനി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്, എക്സ്പോർട്ട്, അങ്ങനെയൊക്കെ പല പരിപാടികളുണ്ട്. അപ്പൊ ഈ വക കാര്യങ്ങളുണ്ട്. ഏത് സമയത്ത് എൻഗേജ്ഡ് ആണ്. ഒരു കാര്യത്തിൽ ഞാൻ മഞ്ജുനോട് ആൾക്കാരിങ്ങനെ പറയണെങ്കിലും സംഭവം തമ്മിലത്രയൊക്കെ എന്റെ തലയിലുണ്ട്. എന്നാലും നീ എന്നും സിനിമയിൽ നിനക്ക് 19 വയസ്സാ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. കാരണം കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു, അഭിനയത്തിന് ബഹളങ്ങൾ പറഞ്ഞു. ഈ കാണുന്ന പിന്നെ ഒരു ബഹളങ്ങളും കണ്ടിട്ടില്ല. നാച്ചുറലി നമ്മൾ കണക്കുകൾ എടുക്കുമ്പോൾ പിന്നെ പലപ്പോഴും അങ്ങനെ കാന്തപൊട്ട് എന്നൊക്കെ പറഞ്ഞ സിനിമ കണ്ടപ്പോൾ ഞാൻ അതിൽ പാട്ടൊക്കെ ഞാൻ ചോദിച്ചു, എനിക്ക് അല്ല അത് കുഴപ്പമില്ല, അത് എൻ്റെ ഒരു പിന്നെ നാച്ചുറലി ഏതൊരു വൈഫിനും തോന്നാവുന്ന അവരും ഒരു മനുഷ്യസ്ത്രീയാണ് നാച്ചുറലി തോന്നിയേക്കാം. പക്ഷെ എന്റെ ജോലിയുടെ ഒരു ഇതായത് കൊണ്ട് ചിലപ്പോൾ കടിച്ചു പിടിച്ചിരിക്കുന്നതായിരിക്കാം, ഒന്നും നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ഏതൊരു മനുഷ്യ ഞാനും പോസസീവാണ്, നമുക്കും ചിലപ്പോൾ അയ്യോ എന്തിനാണ് അതിന്റെ ആവശ്യം എന്ന് തോന്നിയേക്കാം. പലരും പറഞ്ഞൊരു കാര്യമാണ്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഈ പറയുന്ന മഞ്ജു വാര്യർക്ക് ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉള്ള അത്രയധികം കഴിവുള്ളൊരു നടിയാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക്, ജനഹൃദയങ്ങളിലേക്ക് അത്രയും ഏറ്റെടുത്തൊരു നടിയാണ് മഞ്ജു വാര്യർ. അതേ സമയത്താണ് പെട്ടെന്ന് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ പെട്ടെന്ന് ദിലീപ് അന്ന് ഫേമസ് അല്ല, അത്ര വലിയ ഫേമസ് അല്ല. അതേ സമയത്ത് തന്നെ മഞ്ജു വാര്യർക്ക് ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരു സമയത്താണ് ഇവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ കല്യാണവും കാര്യങ്ങളൊക്കെ നടന്ന ശേഷം പിന്നീട് ദിലീപ് കയറി വരികയും പിന്നീട് ഈ പറയുന്ന മഞ്ജു വാര്യറെ അവിടെ വീട്ടിലിരുത്തിയിട്ടും ഒന്നിനു പോകാനും കാര്യങ്ങൾക്കും ഒന്ന് വിടാതിരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് ഒരുപാട് ഇന്റർവ്യൂവിൽ ഒരുപാട് പേര് ചോദിക്കുന്ന സമയത്ത് ഞാൻ നാദിർഷയുമായിട്ടുള്ള ഇന്റർവ്യൂലൊക്കെ ഇതിനെ കളിയാക്കിയിട്ടൊക്കെ ഇവർ സംസാരിക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടല്ലേ അവരുടെ ഇന്റർവ്യൂല്. അതായത് ഞാൻ വിടാത്തതല്ല, അവർക്ക് ഇഷ്ടമില്ലാത്തതാണെന്നൊക്കെ പറയുമ്പോഴും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് കളിയാക്കുവാണ് അവരെ, അതായത് ഒരു 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 റെസ്പെക്ട് കൊടുക്കാത്ത രീതിയിലാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത് ദിലീപ് പലപ്പോഴും. ഈ പറയുന്ന എന്തുകൊണ്ടാണ് ആക്ട് ചെയ്യാൻ വിടാത്തത് എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് അതിന്റെ അടിയിലെ കമന്റുകളെല്ലാം ആൾക്കാർ കൂടുതലും പറഞ്ഞൊരു കാര്യം തന്നെയാണ്, എന്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു നടിയായിട്ടും ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിടാത്തത്. ഇതുപോലെ ഒരു ഇന്റർവ്യൂവിൽ വെച്ചിട്ട് ദിലീപ് പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, അവൾക്ക് ആഗ്രഹം, അതായത് ഈ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ട് അരങ്ങേറ്റം നടത്തണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ. അതിനുശേഷം നമ്മൾ ഇതുവരെയും ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷമാണെങ്കിലും ഇവര് ഈ പറയുന്ന ഡിവോഴ്സ് ചെയ്യുന്നതിന് മുൻപാണെങ്കിലും എവിടെയും നമ്മുടെ മഞ്ജു വാര്യർ ഒരു ഡാൻസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഇവരുടെ ഡിവോഴ്സിന് ശേഷമാണ് ഡാൻസ് പ്രോഗ്രാമുകൾ കാര്യങ്ങൾ വരുന്നു, നല്ല നല്ല സിനിമകൾ വരുന്നു, സിനിമയിൽ സജീവമായിട്ട് വരുന്നു, അതായത് അവാർഡുകൾ ലഭിക്കുന്നു മഞ്ജു വാര്യർക്ക്, അത്രയും നല്ല തിരിച്ചു വരവും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോ നിങ്ങളൊന്ന് ആലോചിക്കുക, എത്രത്തോളം നഷ്ടങ്ങളാണ് ഇത്രയും വർഷങ്ങൾ അവിടെ വീട്ടിലിരുത്തിയിട്ട്, ഇത്രയും നല്ല ഒരു കഴിവുള്ള ഒരാളെ വീട്ടിലിരുത്തിയിട്ട് ഇവര് തമ്മിൽ ഇപ്പുറത്തെ അവിഹിതവും കാര്യങ്ങളും നടന്നു പോകുന്ന ഒരു സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് അനുഭവിച്ചു. കാരണം എന്താണെന്ന് വെച്ചാലും ഇവർക്ക് വേണ്ടിയിട്ട് സ്വന്തം കരിയർ പോലും ഉപേക്ഷിച്ചിട്ട് വീട്ടിലിരുന്ന് ഇത്രയും കാലം അവരുടെ കഴിവും കാര്യങ്ങളൊക്കെ കൂട്ടിവെച്ച് അവിടെ ഇരുന്നു. അത് പോരാഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് കൂടുതൽ സ്നേഹവും റെസ്പെക്റ്റും കൊടുക്കേണ്ട സമയത്ത് ഇവർ മറ്റൊരു സ്ത്രീയുമായിട്ട് ഈ രീതിയിൽ പോവാണ്, കാവ്യ മാധവനുമായിട്ട് ഈ രീതിയിലുള്ള ബന്ധങ്ങളിലേക്ക് പോവുകയും അവരത് കണ്ടുപിടിക്കുകയും അത്രയും കാര്യങ്ങൾ എത്രത്തോളം ആ ഒരു വ്യക്തിക്ക് ഹേർട്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ്. എന്നിട്ടും ഇങ്ങനെയുള്ള ഇന്റർവ്യൂവിൽ വെച്ചിട്ട് അവർക്ക് താല്പര്യമില്ല, അഭിനയിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു മഞ്ജു വാര്യർ എങ്കിൽ ആ രീതിയിൽ അന്ന് തന്നെ നിർത്തിയിട്ട് പിന്നെ തിരിച്ചു വരവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇന്ന് മഞ്ജു വാര്യർ രജനീകാന്തിന്റെ ഒപ്പരമാണെങ്കിലും ആരുടെയൊക്കെ കൂടെ അതിനുശേഷം വന്നിട്ട് അഭിനയിച്ചു, ഏതൊക്കെ രീതിയിലാണ് ഇന്ന് ഏത് നിലയിലാണ് മഞ്ജു വാര്യർ നിൽക്കുന്നത്, ആ ഒരു പൊസിഷൻ എവിടെയാണ് നിൽക്കുന്നത്, അത് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ആ ഒരു അത്രയും വർഷങ്ങൾ ശരിക്കും പറഞ്ഞാല് മഞ്ജു വാര്യർക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയും. അതേ സമയത്ത് മഞ്ജു വാര്യർക്ക് ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് പോയിരുന്നെങ്കിൽ, നല്ലൊരു ദാമ്പത്യ ബന്ധവും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് ഇന്ന് ഈ അതിജീവിത പോലും ഇത് നേരിടേണ്ടി വരുന്നത് എന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ കൂടി കാണാം ദിലീപിന്റെ പണ്ടത്തെ ഇന്റർവ്യൂവിലെ കുറച്ച് കാര്യങ്ങൾ. മാധവനാണോ ദിലീപിനും മഞ്ജുവിനും ഇടയ്ക്ക് അല്ലെങ്കിൽ വേർപിരിയാൻ കാരണമായിരുന്നു? 100% അല്ല എന്ന് ഞാൻ ദൈവത്തെ മുൻനിർത്തി തന്നെ പറയാം. അപ്പോ ദിലീപും മഞ്ജു വാര്യരും തമ്മിൽ വേർപിരിയാനുള്ള കാരണം കാവ്യമാധവനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ദിലീപ് പറയാണ് അല്ല എന്ന്, കാവ്യമാധവൻ പറയാണ് അല്ല എന്ന്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇതൊക്കെ എവിഡൻസ് അടക്കം പിടിച്ചു എന്ന് നമ്മുടെ മഞ്ജു വാര്യർ വന്നിട്ട് കള്ളങ്ങളൊക്കെ പൊളിച്ചടക്കിക്കൊണ്ട് ഈ പറയുന്ന മൊഴിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഒരാഗ്രഹം മനസ്സിൽ തോന്നി അത് സാധിപ്പിച്ചെടുക്കും ഞാനത് എന്തായാലും. ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്.
കാവ്യനെ എനിക്കിഷ്ടമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും എന്താഗ്രഹം ഉണ്ടെങ്കിലും സാധിപ്പിച്ചെടുക്കും എന്നുള്ള രീതിയിലുള്ള ഇങ്ങനെയുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പൊ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാണ് അല്ലെ. എന്തിനായിരുന്നു ഇങ്ങനെയൊരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം തന്നെ അവർക്ക്, അതായത് ഇങ്ങനെ ഒളിച്ചും പാത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ആവശ്യം എന്തായിരുന്നു? അതായത് രണ്ടുപേരും വേണം എന്നുള്ള രീതിയിൽ പോവുകയാണ് ദിലീപ് ചെയ്തതെന്നുള്ള രീതിയിലാണ് ആൾക്കാരൊക്കെ പറഞ്ഞു വെക്കുന്നത്. അപ്പോ അങ്ങനെ എന്തിനാണ്, അതായത് മഞ്ജുവാരോട് അത്രയും സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് പിന്നെ മഞ്ജുവാരെ കല്യാണം കഴിച്ചത്? അത് മാത്രമല്ല വേറൊരു കാര്യങ്ങൾ കൂടിയിട്ട് ആ സമയത്ത് വന്നൊരു ഭയങ്കരമായിട്ടുള്ള സെൻസേഷനുള്ള ഒരു കാര്യമാണ്. ഈ പറയുന്ന കേസൊക്കെ വന്ന സമയത്ത് ദിലീപ് ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത് മഞ്ജു വാര്യറെയല്ല, അതിനു മുൻപ് വേറൊരു കല്യാണം കഴിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ വന്നായിരുന്നു. അതിന്റെ ഒരു ചെറിയ ക്ലിപ്പ് കൂടി നമുക്ക് കാണാം. മഞ്ജു വാര്യരെ വിവാഹം കഴിക്കും മുൻപേ നടൻ ദിലീപ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നതായി പോലീസിന് വിവരം. നടിയെ ആക്രമിച്ച കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം ഈ വിവാഹത്തിന്റെ രേഖകൾ കണ്ടെടുക്കാൻ ശ്രമം തുടരും. നടൻ ദിലീപ് ബന്ധുവായ യുവതിയെ ആദ്യം വിവാഹം കഴിച്ചിരുന്നതായാണ് ആലുവ പോലീസിന് ലഭിച്ച വിവരം. സിനിമയിൽ താരമായതോടെ മഞ്ജുവുമായി അടുപ്പത്തിലായ കാലത്ത് ആദ്യ ബന്ധം ഉപേക്ഷിച്ചെന്നാണ് പോലീസ് അറിഞ്ഞ വിവരം. ഇത് ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ നിരവധി പേരുടെ മൊഴിയെടുത്തു. യുവതിയാകട്ടെ ഇപ്പോൾ വിദേശത്താണ്. യുവതിയുടെ മൊഴിയെടുക്കാനും പോലീസ് ശ്രമിച്ചിരുന്നു. അക്കാലത്ത് ദിലീപിന്റെ സുഹൃത്തുക്കളായിരുന്നവരോടും പോലീസ് വിവരം ആരാഞ്ഞു. ആലുവ ദേശം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് മുദ്രപത്രത്തിൽ എഴുതിയ വിവാഹ കരാറിൽ ദിലീപും യുവതിയും ഒപ്പിട്ടു. പക്ഷേ രജിസ്റ്റർ ഓഫീസിൽ നിയമപരമായി രജിസ്റ്റർ ചെയ്തോ എന്ന് ഇനിയും ഉറപ്പില്ല. ദിലീപും ഈ യുവതിയും അടുപ്പത്തിലായപ്പോൾ ബന്ധുക്കൾ തടസ്സം നിന്നിരുന്നു. അങ്ങനെയാണ് രജിസ്ട്രാറുടെ സാന്നിധ്യത്തിൽ വിവാഹ കരാറിൽ ഒപ്പിടാൻ കാരണം. മഞ്ജുവുമായുള്ള വിവാഹത്തിനു വേണ്ടി ആദ്യ ബന്ധം ഉപേക്ഷിക്കാൻ ബന്ധുക്കൾ തന്നെയാണ് മധ്യസ്ഥ നിന്നത്. ദിലീപിന്റെ വ്യക്തിജീവിതം വിശദമായി കുറ്റപത്രത്തിൽ രേഖപ്പെടുത്താനാണ് പോലീസിന്റെ. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് ആ സമയത്ത് വന്നൊരു ന്യൂസാണിത്. അതിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യ വിവാഹം എന്ന് പറയുന്നത് വേറൊരു ബന്ധുവായുള്ള ഒരു സ്ത്രീയുമായിട്ടായിരുന്നു. ആ സമയത്ത് ആ സ്ത്രീ ദുബായിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഇതിന് ശേഷം. അപ്പോൾ ഈ ഒരു കേസൊക്കെ നടക്കുന്ന സമയത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കാവ്യമാധവനെ മൂന്നാമതായിട്ടാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. എനിക്കറിയില്ല കേട്ടോ, കാരണം ഈ സമയത്ത് വന്നൊരു ന്യൂസും കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അങ്ങനെ ഒരു യുവതി ഉണ്ടെന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കേൾക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ യുവതിനെ ആദ്യം കല്യാണം കഴിക്കുന്നു, അതിനുശേഷം മഞ്ജു വാര്യറുമായിട്ട് ഇഷ്ടത്തിലാവുന്നു, അപ്പോൾ അത് ഉപേക്ഷിക്കുന്നു. അതിനുശേഷം മഞ്ജു വാര്യറുമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുന്ന സമയത്ത് ഈ പറയുന്ന കാവ്യമായിട്ട് ഇഷ്ടത്തിലാവുന്നു, എന്നിട്ട് മഞ്ജു വാര്യറുമായിട്ട് ഡിവോഴ്സ് ആവുന്നു, ഇപ്പോൾ കാവ്യമായിട്ട് പോകുന്നു. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും ഇതൊക്കെ ശരിക്കും ഉള്ളതാണ് എങ്കിൽ ഇങ്ങനെയാണ് സംഭവങ്ങളുടെയൊക്കെ പോക്ക്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരാളുടെ ലൈഫിൽ ഇതിപ്പം ഒരുപാട് പേരുടെ ലൈഫ് വെച്ച് കളിക്കുന്നത് പോലെ ആയിപ്പോയി. ഇതിനൊക്കെ അവസാനം എന്ന് പറയത്തക്ക രീതിയിൽ ഇപ്പം അനുഭവിക്കുന്നത് മൊത്തം ഈ പറയുന്ന സൈബർ ബുള്ളിങ് കിട്ടുന്നതും ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നതും ഇത്രയും കാര്യങ്ങളൊക്കെ സഹിച്ചതിന് ശേഷവും ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം അതിൽ മുന്നോട്ട് പോയി എന്നുള്ള ഒറ്റ കാരണത്താല്, കേസ് കൊടുത്ത് മുന്നോട്ട് പോയി എന്നുള്ള ഒറ്റ കാരണത്താല് ഈ പറയുന്ന അതിജീവിതയ്ക്ക് ഇന്നും ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ് കാര്യങ്ങൾ, സഹിക്കാവുന്നതിലപ്പുറമുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ എന്തൊക്കെയാണല്ലേ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊന്നും പറയാനില്ല. അപ്പൊ ഇതിന്റെയൊക്കെ മൂല കാരണം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇത് എന്നാണ് പറയുന്നത്. അപ്പൊ മഞ്ജു വാര്യർ അടക്കം ഈ പറയുന്ന മൊഴിയിൽ കൊടുത്തേക്കുന്നതും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി എന്നുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ പുറത്താണ് ഇവർ തമ്മിലുള്ള, അതൊക്കെ സത്യം പറഞ്ഞാല് പരസ്യമായ രഹസ്യം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്, ആ സമയത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഇന്റർവ്യൂവിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ ഏകദേശം മഞ്ജു വാര്യർ തന്നെ വന്നിട്ട് ഇപ്പൊ പോലീസ് അടക്കിയിരിക്കുകയാണ് ഈ മൊഴി കൊടുത്തിട്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും, കമന്റ് ചെയ്യാനും, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.